കുറച്ച് നാളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് കരുതിയിരിക്കുക. എന്തിനാ? നിങ്ങളുടെ സ്വന്തം അരമനയിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. വാടകക്കാരൻ വീട്ടുടമസ്ഥനെ വന്ന് കാണേണ്ടത് ഒരു മര്യാദയല്ലേ? അതിരിക്കട്ടെ, ബംഗ്ലാവിലെ താമസം എങ്ങനെയുണ്ട്? സുഖം, സ്വസ്ഥം. അവിടെ പ്രേതബാധയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്റെ ഭാഗ്യാണെന്ന് പറ. എന്താ ഭാഗ്യമെന്നോ? അതെങ്ങനെയാ? അത് എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് അസുഖം വരുമ്പോ നോക്കി 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 പതിവായി എൻ്റെ അമ്മ ഞങ്ങളുടെ കുലദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അന്ന് രാത്രി ആരും അറിയാതെ ഞങ്ങളുടെ കുലദൈവം വന്ന് എല്ലാം സുഖപ്പെടുത്തും. അതുപോലെ തന്നെയാ ഇന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ കരുതി അവിടെയുള്ള പ്രേതം ഒരു ദേവതയെ പോലെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, എന്താ ഈ ഡൂപ്പ് വിടല് വേലയൊന്നും എന്നോട് വേണ്ട. ആ ബംഗ്ലാവില് പ്രേതമില്ല, ഒരു കുന്തവും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് എന്റെ മുത്തച്ഛന് മാത്രമേ അറിയൂ. ആരോ പ്രേതമായിട്ട് വന്ന് നിങ്ങളെ പറ്റിച്ചെന്നാ തോന്നുന്നത്. ആര് പറ്റിച്ചെന്നാ? നിങ്ങൾ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഒന്നും മിണ്ടാതെ സമ്മതിച്ചതാ. ഞാൻ വന്ന് അവിടെ പ്രേതമില്ലൊരു മണ്ണാങ്കട്ടില്ലെന്ന് തെളിയിച്ചുതരാം. ഒരു സത്യം മഹാറാണി തെളിയിക്കണ്ട. പോയി ജോലി നോക്ക്. അവിടെ പ്രേതമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. നീ ഒന്നും പറയണ്ട. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അതിനെപ്പറ്റി പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. പാവം, അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുക. ഞാനിങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. എന്നെങ്കിലും അദ്ദേഹം സത്യമൊക്കെ അറിഞ്ഞ എന്നെ എത്ര ചീപ്പായിട്ട് കാണും. അതെ, ഒന്ന് നിന്നേ. വരുന്ന പൗർണമി ദിവസം കഴിഞ്ഞ ആ ബംഗ്ലാവ് എന്റേതാവാൻ പോവാ. അതായത് അവിടെ താമസിക്കാൻ പോകുന്ന ഞാനാണെന്ന്. അങ്ങനെ ഞാൻ അവിടെ താമസിക്കുമ്പോ എന്റെ തുണയായിട്ട് കൂടെ ഉണ്ടാവില്ലേ? എങ്ങനെ? മുറപ്രകാരോ അതോ? എങ്ങനെ വന്നാലും എനിക്ക് സന്തോഷം തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. സത്യമായിട്ടും? സത്യമായിട്ടും. എന്നാ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യ. വിട്, വിട്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്ത് പറയണ നായേ? അണ്ണാ, എന്താണ്? വേഗം പറ. വെട്ടി നുറുക്കവനെ. നിർത്തടാ. എടാ നിർത്താൻ. നിർത്താം, നിർത്തിക്കളയാം. നിങ്ങളുടെ വാക്കിന് എതിർവായില്ല. ഇവിടെ മാത്രമല്ല, ചുറ്റുമുള്ള 14 ഗ്രാമത്തിലും നിങ്ങൾ തന്നെ ദൈവം. ഈ ശിവകാമി നിങ്ങളുടെ കൊച്ചുമകൾ മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ സ്വത്താ. വർഷാവർഷം അമ്മൻ പൂജയ്ക്ക് വിളക്ക് കത്തിക്കുന്ന പുണ്യം ചെയ്ത കയ്യായത്. ഇവള് നടന്നു വരുന്ന വഴിയിൽ എതിരെ വരാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെടില്ല. അങ്ങനെയുള്ള ഇവളുടെ കയ്യിൽ എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരുത്തൻ കയറി പിടിച്ചു എന്നറിഞ്ഞാ 1000 തവണ നിങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടാതിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെട്ട്.
നീ ഇവിടെ കയ്യിൽ പിടിച്ചോ? പിടിച്ചു. ദയവേദം നിർത്ത്. ആ കൈ വെട്ടേണ്ടത് തന്നെയാണ്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. വെട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ സമ്മതത്തോടു കൂടിയാണ് കയ്യെ പിടിച്ചത്, അതോ സമ്മതം ഇല്ലാതെയാണോ പിടിച്ചത് എന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അതെ മുത്തശ്ശ, എന്റെ സമ്മതത്തോടെ തന്നെ അദ്ദേഹം എന്റെ കൈ പിടിച്ചത്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് അവളെ തല്ലരുത്. തെറ്റിയത് ഞാനാ, അതിനെന്തിനാ അവളെ തല്ലുന്നേ? വേണമെങ്കിൽ എന്റെ 2 കൈ വെട്ടിയെടുത്തോളൂ. എന്നാൽ ഒന്ന്, ഈ കൈ കൊണ്ടാണ് ശിവകാമയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതെന്ന് ദൈവവിധിയാണെങ്കിൽ അത് തടുത്തു നിർത്താൻ ആരെ കൊണ്ടും കഴിയില്ല. ഒരുത്തനെ കൊണ്ടും തടുത്തു നിർത്താൻ കഴിയില്ല. വിടാൻ. ഇവന്റെ ദേഹത്ത് ആരും തുടരുത്. വാടി ഇവിടെ. 4 ദിവസം, ഇനി 4 ദിവസം അതിനുള്ളിൽ ഇവിടം വിട്ട് പോയില്ലെങ്കിൽ രോഹി, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? മുത്തച്ഛ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. ആ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറൊരു സന്തോഷവും ഇല്ലെന്ന് പറഞ്ഞ നീ തന്നെയാണോ ഇങ്ങനെ? നാട് മുഴുവൻ ബഹുമാനിക്കുന്ന എന്നെ അവരുടെ മുമ്പിൽ നാണം കെടുത്തി കളഞ്ഞില്ലേ നീ? മുത്തച്ഛന് വയസ്സായി, ഇനി ഇങ്ങനെ അലയണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഞാനിവിടെ മനസ്സ് കുളിർത്തിരിക്കുകയായിരുന്നു മോളെ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി എത്ര ആർഭാടപൂർവം നിന്റെ കല്യാണം നടത്തി കാണണമെന്ന് എത്രമാത്രം ആഗ്രഹിച്ചവനാണ് ഈ മുത്തച്ഛനെന്ന് നിനക്കറിയാവോ മോളെ? മോളെ, നിനക്ക് കല്യാണപ്രായമായത് മുതൽ കൊള്ളാവുന്ന ഒരുത്തരുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് മരിച്ചാ മതിയെന്നാണ് ഈ അപ്പൂപ്പന്റെ ആഗ്രഹം. ഇനി മുതൽ നീ ഈ വീട് വിട്ടിറങ്ങിക്കൂടാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. കുറച്ച് നേരത്തെ വന്നൂടെ? മനസ്സിനൊരു സമാധാനമില്ല. നിനക്കറിയോ, ഇന്നവളെ തല്ലി. എന്റെ ശിവാമി എന്റെ മുന്നിലിട്ടാ തല്ലിയത്. പ്ലീസ് ഒന്ന് വേഗം വാ. എന്റെ വിഷമങ്ങളൊക്കെ നിന്നോട് പറഞ്ഞ് നിറക്കി വെച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കും. വാ പ്ലീസ്.